പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഞാൻ അവിടെ കിടന്നോണ്ട് അങ്ങ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോ ഞാൻ കാണുവാണ് പരിശുദ്ധ അമ്മ ആ കൂട്ടീന്ന് ഇറങ്ങി വന്ന് നിന്ന് കയ്യിലിരുന്ന ഉണ്ണീനെ ഈ ഡെസ്കിന്റെ ഈ പീഠത്തിൽ IMS മാതാവ് ഈ ബലിപീഠത്തിൽ ഉണ്ണീനെ അവിടെ വെച്ചു. കയ്യിലിരുന്ന വടി പുള്ളിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുന്നു പറയാ. എന്നിട്ട് മാതാവ് ബ്രദറിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിന്നിട്ട് മാതാവ് ചെയ്തൊരു കാര്യം കേൾക്കണോ? ഈ ബ്രദറിനെ ഇങ്ങനെ കോരിയെടുത്ത് തോളിൽ അങ്ങ് ഇട്ടു. തോളിലിട്ടിട്ട് ഒരു കൈയോണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഈ കൈയോണ്ട് ഈ പുള്ളിയുടെ കയ്യിലുള്ള ഈ മൈക്ക് അമ്മ മേടിച്ചു പിടിച്ചു നിന്നു. ആ ശുശ്രൂഷ കഴിയുന്നത് വരെ പരിശുദ്ധ അമ്മയാണ് ഇന്നത്തെ വചന ശുശ്രൂഷ മുഴുവനായി നയിച്ചത്. ഹല്ലേലൂയ. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ പുള്ളീനെ അങ്ങ് എന്താ പറയാ, ഒരു തുണി ഇടുന്ന പോലെ ഇങ്ങനെ അങ്ങ് ഇട്ടു തോളില് ഈ പുള്ളിക്കാരനെ. എന്നിട്ട് മാതാവാണ് ആ ശുശ്രൂഷ മുഴുവനും നയിച്ചത്. ഈ ശുശ്രൂഷ ഇന്ന് ഇവിടെ നടന്നപ്പോ, ഇന്ന് നമ്മുടെ ഈ ഗ്രൂപ്പിൽ നടന്നും കൂടെ നിങ്ങൾക്ക് അറിയണ്ടേ. ഈ ഗ്രൂപ്പിൽ നടന്ന് ഇങ്ങനെ ഒത്തിരി നേരം ഞാൻ വീണ് കിടന്നു. ആ സമയത്ത് ഞാൻ കാണുകയാണ് 5 പാസ്പോർട്ട് കാണിച്ചു തന്നു എനിക്ക്. 5 പാസ്പോർട്ട് കാണിച്ചു തന്നപ്പോ ഞാൻ ചോദിച്ചു, ഇതെന്താ ഇനി എന്നെ പുറത്തേക്ക് വിടുകയാണോ? എനിക്ക് ഇഷ്ടമില്ല, ഞാൻ ഇനി ഇവിടെ എവിടെയെങ്കിലും കൂടാൻ പോവുക എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, നിന്റെ ഒന്നും അല്ല, ഈ ഗ്രൂപ്പിൽ 5 പേരുടെ വിസ തടസ്സം, പുറത്തുള്ള ജോലിയുടെ ബുദ്ധിമുട്ടുകള് കർത്താവ് മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഞാൻ കാണുകയാണ് ഈ ടേബിളില്, അതായത് ഈ ബലിപീഠത്തില് ഒരു കുഞ്ഞു കൊച്ച്, അതായത് പ്രസവിച്ചു വീണ ഒരു കുഞ്ഞു റോസ് ഉടുപ്പ് ധരിച്ച് അതിങ്ങനെ കിടന്ന് ഉരുള് അതിനകത്ത് കിടന്ന്. ഞാൻ ചെയ്യൂ, ഇപ്പൊ വീഴുമല്ലോ, ഇതെന്താ മാതാവേ? അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു ദമ്പതികൾക്ക് കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്, അവരുടെ തടസ്സം ഞാൻ മാറ്റുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും കാണുകയാണ് ഇവിടെ കുറേ വെള്ളം, ഭയങ്കരമായ വെള്ളം. ആ വെള്ളത്തില് ഈ ഓരോ വ്യക്തികളെയും എടുത്ത് ഇങ്ങനെ കഴുകുക. അപ്പൊ ചിലവരുടെ ശരീരത്തിൽ നിന്ന് കറുത്ത വെള്ളം പോകുന്നുണ്ട്, ചിലരുടെ ശരീരത്തിൽ നിന്ന് ചുമന്ന വെള്ളം ഒഴുകി പോകുന്നുണ്ട്, ചിലവരുടെ ശരീരത്തിൽ നിന്ന് ലൈറ്റ് മഞ്ഞ കളറുള്ള വെള്ളം പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്താണ് അമ്മേ? അപ്പൊ എന്നോട് പറയാണ്, ഈ കറുത്ത ജലം മുഴുവനും ഇവരുടെ ഉള്ളിലുള്ള മലിനമാണ്. അതായത് അശുദ്ധി, വളരെയധികം വെറുപ്പ്, വിദ്വേഷം, അങ്ങനെയുള്ള അശുദ്ധിയുടെ ജലം ഞാൻ ഈ വെള്ളം കൊണ്ട് കഴുകി കളയാം. അപ്പൊ ഞാൻ ചോദിച്ചു, ചുമപ്പ് എന്താ? അപ്പൊ പറയണ, സഹനത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകുന്ന ഒത്തിരി മക്കൾ ഈ ഗ്രൂപ്പിലുണ്ട്, അവരുടെ സഹനമാണ് ഞാൻ ഈ കഴുകി കളഞ്ഞുകൊണ്ടിരിക്കണേ. അവർക്ക് ഞാൻ പ്രത്യാശ കൊടുക്കുന്നതാണ് ഈ മഞ്ഞ നിറത്തിലുള്ള വെള്ളം എന്ന്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഗ്രൂപ്പില് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഇനിയും പറയാണ്ട്, ഞാൻ ചുരുക്കി പറയുക, കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒത്തിരി നല്ല ധ്യാനമാണിത്. ഞാൻ ഒത്തിരി ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്, ഒരുപാട് ധ്യാനങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ കൂടിയിട്ടുള്ള ആളാണ്. എങ്കിലും അതുപോലെ ഇന്നലെ രാവിലെ